അസ്സലാമലൈക്കും മക്കളെ, സുഖം തന്നെയല്ലേ? എനിക്ക് കുറച്ച് നാരങ്ങ അച്ചാറിൻ്റെ ഓർഡർ രണ്ടാമതും കൂടി ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5 കിലോ നാരങ്ങ ഞാൻ അടുപ്പത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അഞ്ച് കിലോ നാരങ്ങ. നാരങ്ങ അച്ചാറിൻ്റെ നാരങ്ങ ഇവിടെ റെഡിയായി. നല്ല ആവിയിൽ വെച്ച് വേവിച്ച് ഇനി നമുക്കിത് മുറിക്കാം. നാരങ്ങ റെഡിയായി. കുറേ നാരങ്ങ അച്ചാറിന് ഓർഡർ ഉണ്ട്. ഇതിൻ്റെ ഇടക്ക് ഒരിക്കൽ അച്ചാർ ഇട്ടിട്ടേ ആ അച്ചാർ ഇട്ടിട്ടാകുമ്പോൾ കുറേ ആൾക്കാർ തന്നെ അച്ചാർ വേണം ഇത്താന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് 5 കിലോ നാരങ്ങ ഞാൻ ഉണ്ടാക്കി വാട്ടി. അപ്പം ഇന്ന് ഞാൻ നാരങ്ങേൻ്റെ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. നമുക്കിത് നാരങ്ങയെല്ലാം മുറിച്ചിട്ട് ഇടാം. വെച്ച് ഇനി നമുക്ക് ഉപ്പും സെറുക്കി ഇട്ട് വെക്കാം. 5 കിലോ ചെറുനാരങ്ങയാണ് വാങ്ങിയത്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും സെറുക്കി ഇട്ടാൽ നല്ല അടിപൊളിയായിട്ട് ഉപ്പും സെറുക്കിയും എല്ലാം പിടിക്കും. അടിപൊളിയായിട്ട് ഇതാ ഉപ്പിട്ട് മക്കളെ, അടിപൊളി സൂപ്പറായി. പിന്നെ അച്ചാറാക്കുമ്പോൾ നമുക്ക് വീണിയെടുക്കാം. നമുക്കിനി നാരങ്ങ അച്ചാറാക്കുന്നത് കാട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളെണ്ണ ഒഴിക്കാം. വെള്ളെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് വെള്ളെണ്ണയിലേക്ക് 1 സ്പൂണ് കടുക് ഇടാം. കടുക് പൊട്ടട്ടെ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കാം. കറിവേപ്പ് കൂടുതലായാൽ പ്രശ്നമില്ല, നല്ല രസം കിട്ടും അച്ചാറിന്. കുറച്ചധികം തന്നെ ഇടാം. ഇതിലേക്ക് നമുക്ക് ഒരു 5 സ്പൂണ് മുളക് പൊടി ഇടാം. നല്ല ചുവന്ന മുളക് പൊടിച്ചതാണ്. 5 സ്പൂണ് നമുക്ക് ഇടാം. 5 സ്പൂണ് ഇടാം. ഒരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നന്നായി ഇത് ഒന്ന് വാടണം. ഇതിലേക്ക് നമുക്ക് ഇനി ഉലുവാവും കടുവും വറുത്ത് പൊടിച്ചത് ഇടാം. നന്നായി ഒന്ന് ഇത് വാട്ടാം. നമുക്ക് ഇതാ അച്ചാർ പൊടി ഇടാം. അച്ചാർ പൊടി ഇട്ട് നന്നായി ഒന്ന് വാടുന്ന അതേ ടൈമിന് തന്നെ നമുക്ക് സുർക്ക ഒഴിക്കണം. ആ ടൈമിന് തന്നെ നമ്മൾ സുർക്ക ഒഴിക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കാം. നമുക്ക് ഇനി ഒരു 2 സ്പൂണ് നമുക്ക് ഉപ്പിടാം. ഉപ്പ് ഇട്ട് വെച്ചില്ല നാരങ്ങയിൽ, അപ്പം പിന്നെ കൂടുതലാവണ്ട. ഒരു 2 സ്പൂണ് ഉപ്പിട്ട് ഇന്ന് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചൊഴിച്ച് തിളപ്പിച്ചിട്ട് ആറണം വെള്ളം. അതും കൂടി നന്നായി ഒന്ന് തിളക്കണം. എല്ലാം കൂടി എന്നെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കുറച്ച് കുറുകാൻ വേണ്ടിയിട്ട് ഇത് വെക്കാം. ഇത് നന്നായി തിളച്ച് പിന്നെ അതിലേക്ക് നമുക്ക് സുർക്കിയും ഉപ്പും നാരങ്ങ മുറിച്ചിട്ടിട്ടത് എല്ലാം ഒന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ചെയ്യാം. നന്നായി ഒന്ന് ഇത് ഇളക്കാം. അച്ചാർ റെഡിയായി. എന്നെ വരണിയിലേക്ക് ആക്കിയതിന് ശേഷം കാട്ടിക്കാം. അടിപൊളി നാരങ്ങച്ചാർ ഓർഡർ ചെയ്യുന്നവർക്ക് ഓർഡർ ചെയ്യുക. കുറച്ചധികം കായപ്പൊടി ഇട്ടാൽ നല്ല രസം കിട്ടും. കായപ്പൊടി കുറച്ചധികം ഇടാം നമുക്ക്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ച് വെക്കാം.
നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി മക്കളെ. അടിപൊളി അച്ചാർ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.